വൽ മഗ്രിബൈനി ജദ്ദിൽ റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ വിളിക്കുത്തരം ചെയ്ത് ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസി സമൂഹം, മുത്തുമൂമിനീങ്ങളും മുത്തുമൂമിനാത്തുകളും പരിശുദ്ധമായ മിനയിൽ നിന്ന് ഏറ്റവും പുണ്യമേറിയ ലക്ഷോപലക്ഷം ജനങ്ങൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന പരിശുദ്ധമായ തൽബിയത്തിന്റെ മന്ത്രധ്വനി ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ അറഫയുടെ മണ്ണിലേക്ക് കൂട്ടം കൂട്ടമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പുണ്യമേറിയ സമയത്ത് അല്ലാഹുവേ ആ പവിത്രമായ അറഫയുടെ മണ്ണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്വാസി ലക്ഷങ്ങളായ മുഴുവൻ മുത്തുമൂമിനീങ്ങളുടെയും മുത്തുമൂമിനാത്തുകളുടെയും ബറകാത്തുകളെ കൊണ്ട് റബ്ബായ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനേ, കബൂൽ ചെയ്യണേ അല്ലാഹ്. ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തൊരു പവിത്രമായ സമയത്ത് മിനയിൽ നിന്ന് അറഫയിലേക്ക് യാത്ര പോകുന്ന വിശ്വാസി ലക്ഷങ്ങളിൽ ഞങ്ങളെയും പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെയും പെടുത്തണേ റഹ്മാനേ. ഹജ്ജ് ചെയ്യാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെയും അവരുടെയും എല്ലാവരുടെയും എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ റഹ്മാനേ. നാളത്തെ അറഫയുടെ ദിവസം എത്ര പുണ്യമേറിയ ദിവസമാണ്, എത്ര പുണ്യമേറിയ സമയമാണ്, സന്ദർഭമാണ്. അറഫ ദിവസത്തിലെ അറഫയിൽ ഒരുമിച്ച് കൂടിയവരിൽ ഏറ്റവും മോശക്കാരനായ ആള് ആരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്, എൻ്റെ പാപങ്ങൾ അല്ലാഹു എനിക്ക് പുറത്തു തരൂല എന്ന് മനസ്സിൽ കരുതിയവനാണ് ഏറ്റവും വലിയ പാപി എന്ന് അറഫ ദിവസത്തിലെ അറഫ മൈതാനിയിലെ ഏറ്റവും വലിയ തെറ്റുകാരൻ. എൻ്റെ പാപങ്ങൾ, എൻ്റെ ദോഷങ്ങൾ അല്ലാഹു എനിക്ക് പുറത്തു തരൂല എന്ന് കരുതുന്നവനാണത്രേ. അത്രമാത്രം റബ്ബിന്റെ ഗ്യാരണ്ടിയാണ് പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നത്. എന്തിനധികം പറയണം, ഏത് അമലുകൾ ചെയ്താലും എത്ര ഇസ്തിഗ്ഫാർ ചെയ്താലും ഗീബത്തും നമീമത്തും ഒന്നും അല്ലാഹ് പുറത്തു കൊടുത്തെന്ന് വരൂല. അത് ആരെയാണോ ഗീബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, അവരെ കണ്ട് തന്നെ പൊരുത്തപ്പെടിക്കണം. പക്ഷേ അറഫയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടിയവർക്ക് അവരുടെ ഗീബത്ത് പോലും നമീമത്ത് പോലും അല്ലാഹ് പുറത്തു കൊടുക്കുമെന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അത്രയും പുണ്യമേറിയ രാത്രിയിൽ വിശ്വാസികൾ അവിടേക്ക് ഇങ്ങനെ ഒഴുകുമ്പോ അതിൽ ഒരാളായി മാറേണ്ടവനായിരുന്നു ഈ വിനീതനും. അങ്ങനെയുള്ള 42,000-ഓളം വരുന്ന ആളുകൾ, അവർക്കൊന്നും അവിടേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായില്ല. അല്ലാഹുവേ എല്ലാം നീ മാപ്പ് ചെയ്ത് എല്ലാം ഞങ്ങൾക്ക് പുറത്തു തന്ന് ഞങ്ങളെ മുറാദുകൾ സർവ്വതും നീ ഹാസുലാക്കി ഞങ്ങൾക്ക് അടുത്ത വർഷം തന്നെ ആ മണ്ണിലെത്താൻ, ഹജ്ജ് ചെയ്യാൻ, ഒരുപാട് തവണ അറഫയിൽ ഒരുമിച്ച് കൂടാൻ, കണ്ണിലൂടെ കണ്ണുനീറുകൾ ഒഴുക്കാൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്. ആരോടും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഒന്നുമില്ലാത്ത നല്ല സലീമായ ഖൽബിന്റെ ഉടമകളായി ഞങ്ങളെ ഖൽബ് നീ മാറ്റിത്തരണേ റഹ്മാനേ. അല്ലാഹുവേ നല്ല ഭാവി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ റഹ്മാനെ, ഐബാക്കല്ലേ അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ സ്നേഹനിധികളായ മാതാപിതാക്കള് ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്
കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ റഹ്മാനെ. ഒരുപാട് കാലം അവരുടെ തണല് നല്ല റാഹത്തോടെ ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ല് സവാബ് ഈ ഉള്ളവന്റെ പ്രിയപ്പെട്ട ബാപ്പയടക്കം മരിച്ചുപോയ സർവരുടെയും സർവ മാതാപിതാക്കളുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെയും മക്കളുടെയും കൂട്ടുകുടുംബങ്ങളുടെയും ഖബറുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധം സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കണേ അല്ലാ, ഒരു ഹറാമിന്റെ ബന്ധമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ അവരുടെ ദുനിയവിയും ഉഖറവിയും ശാരീരികവും മാനസികവും കുടുംബപരവുമായ സർവ മുറാദുകളും നീ ഹസുലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ രോഗങ്ങളുണ്ടോ ശിഫയാക്കി തരണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, വെരിക്കോസ്, യൂറിക് ആസിഡ്, സോറിയാസിസ്, തൈറോയിഡ്, മൈഗ്രെയിന്, അല്ലാഹുവേ, വയറുവേദന, മുട്ടുവേദന, ശരീരവേദന, പലതിലക്കുള്ള വേദന, ഞങ്ങളെ മാതാപിതാക്കളെ രോഗങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരെ രോഗങ്ങൾ, ഞങ്ങളെ മക്കളെ രോഗങ്ങൾ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളുടെ രോഗങ്ങൾ, അല്ലാഹുവേ, ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ തുടങ്ങിയ വലിയ വലിയ മാരകമായ രോഗങ്ങള് അല്ലാഹുവേ, നമ്മുടെ കേരളത്തിന്റെ തെക്കേ ജില്ലകളിൽ ശക്തമായ കോവിഡിന്റെ പ്രശ്നങ്ങൾ കാരണം അതേ അവിടങ്ങളിലൊക്കെയും വലിയ മാസ്ക് നിർബന്ധമാക്കി എന്ന് കേൾക്കാനിടയായി. അല്ലാഹുവേ, എത്രയോ ആളുകളെ പരിശോധന റിസൾട്ട് പോസിറ്റീവാണെന്ന് അറിയുകയാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ കാവല് നൽകണേ റഹ്മാനെ. ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, ഒരു ദുരന്തത്തിലും പെടുത്തല്ല അല്ലാ, ഒരു വിഷമത്തിലും ആകല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മദീന കാണിക്കണേ അല്ലാ, മക്ക കാണിക്കണേ അല്ലാ. അതിനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ, അദബുള്ള മക്കളാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ, നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ നാട്ടിലെ പാറപ്പള്ളി എന്ന നാട്ടിലെ ദാറുർ റഷാദ് മഹത്തായ വുമൺസ് അക്കാദമിയിൽ പഠിക്കുന്ന 50ഓളം വരുന്ന ഹാദിയ സ്റ്റുഡൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഇന്ന് നമ്മുടെ ഈ സദസ്സിലുണ്ട്, നമ്മുടെ ഈ വീട്ടിലുണ്ട്. ആമീൻ പറയുന്നുണ്ട്. അല്ലാഹുവേ, നല്ല ഭാവി നൽകണേ റഹ്മാനെ, നല്ല കഴിവ് നൽകണേ അല്ലാ, നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ, നല്ല ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ, നല്ല മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഉന്നതമായ പഠനങ്ങൾ നൽകി ഖൈറായ ഭാവി നീ നൽകണേ റഹ്മാനെ. സന്തോഷമുള്ള ജീവിതം നീ നൽകണേ അല്ലാ. അവരുടെ മാതാപിതാക്കളെ നീ കാക്കണേ റഹ്മാനെ. വീടില്ലാത്ത മക്കളുണ്ട്, നല്ല വീട് കൊടുക്കണേ റഹ്മാനെ. നല്ല ഇസ്സത്ത് നൽകണേ അല്ലാ, അന്തസ് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉള്ളവരുണ്ടാകും. അല്ലാഹു ആലം, അവരുടെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ല് സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല മക്കളാക്കി നല്ല ഭാവിയുള്ള മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല ഇസ്സത്തുള്ള ജീവിതവും അന്തസ്സുള്ള സാഹചര്യവും നീ ഒരുക്കി കൊടുക്കണേ അല്ലാ. ശരീരത്തിലും മുഖത്തിലും കയ്യിലും കാലിലും ശരീര അവയവങ്ങളിലുമുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ.
ഞങ്ങളെ ഈ പഠനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കുള്ള എല്ലാ ഒത്താശകളും ചെയ്യുന്ന ആരെല്ലാം ഉണ്ടോ, ഭക്ഷണം തരുന്നവര്, വസ്ത്രം തരുന്നവര്, അൽഹംദുലില്ലാ ഇന്നത്തെ ഈ ഈ നല്ലവരായ ഈ മക്കൾക്ക് വേണ്ടി മദനിയത്തിന്റെ വക എല്ലാവർക്കും ഒരു പർദ സമ്മാനമായി വീട്ടിൽ വന്ന നിലക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. അൽഹംദുലില്ലാ നമ്മുടെ മാനുക്ക വലിയ സഹായങ്ങൾ ചെയ്തു. അല്ലാഹുവേ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവർക്ക് നീ സ്വർഗത്തിൽ വസ്ത്രം കൊടുക്കണേ അല്ലാ, സ്വർഗീയമായ വസ്ത്രം നീ ധരിപ്പിക്കണേ റഹ്മാനെ. എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണേ അല്ലാ. അങ്ങനെ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിച്ചവർ, അഹ്ലു ബൈത്തിന് വേണ്ടി വീട് കെട്ടാൻ വേണ്ടി സഹായിച്ചവർ, അല്ലാഹുവേ മർക്കസിലേക്ക് സഹായിച്ചവർ, എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ. മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും അതുപോലെ മിസ്സുമാരും, അല്ലാഹുവേ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരും അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നവരുമായ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാ. അവർക്ക് ആവശ്യമായത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നരകം ഹറാമാക്കണേ അല്ലാ. ഞങ്ങളെ വലത് കൈയിൽ കിതാബിനെ തരണേ റഹ്മാനെ. സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ കിടക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. ആരുമാരുമില്ലാത്ത ഖബറിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന ഖബറാളികളിൽ നീ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ എത്രയോ പെൺകുട്ടികൾ ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ അവർ വെറുതെ ചെലവഴിക്കുകയാണ്, ഹറാമുകൾ കാണുകയാണ്, വൃത്തികേടുകൾ കണ്ട് ആസ്വദിക്കുകയാണ്. അവരുടെ നല്ല സമയം ബ്ലോഗിലും അതുപോലെ റീൽസിലും പലരും പറയുന്ന പച്ചക്കളവുകൾ കണ്ട് രസിക്കുകയാണ്. എന്തൊക്കെ കളവുകളാണ് പറയുന്നത്? നഊദു ബില്ലാഹ്, പച്ചക്കളവുകളല്ലേ സർവ്വ റീൽസുകാരും സർവ്വ ബ്ലോഗർമാരും പറയുന്നത്. ഞാൻ ഒരാളുടെ റീൽസ് കണ്ടു, ഒരാൾ എനിക്ക് അയച്ചു തന്നു, ഉസ്താദ് ഇത് കളവാകൂലേ? അയാൾ ഇങ്ങനെ കാസർഗോഡ് ടൗണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ടൗണിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, എവിടുന്ന് വരുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാന് ഗൾഫിൽ നിന്ന് വരികയാണ്. ഒന്നാമത്തെ പച്ചക്കളവ്. എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ ചോദിക്കുന്നു, ഞാനൊന്നും മിഠായൊന്നും കൊണ്ടുവന്നിട്ടില്ല. രണ്ടാമത്തെ കളവ്. അങ്ങനെ കളവ് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ടൊരു പരസ്യം, ആ പരസ്യത്തിൽ എന്താണ് പറയുന്നത്? എന്നാൽ ഇന്നൊരു മിഠായിയുടെ ഷോപ്പ് ഉണ്ട്, അവിടെ ഗൾഫിൽ നിന്ന് വന്നവർക്ക് എല്ലാവിധ മിഠായി ഉണ്ട്. പച്ചക്കളവല്ലേ പറഞ്ഞത്? അയാൾ ഗൾഫിൽ നിന്ന് വന്നിട്ടില്ല, അയാള് മിഠായി കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. പച്ചക്കളവ്. ഇങ്ങനെ പച്ചക്കളവുകൾ പറഞ്ഞ് റീൽസുകൾ ഉണ്ടാക്കുക. അള്ളാന്റെ റസൂല് പറഞ്ഞില്ല, എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് അതെ എന്റെ ഉമ്മത്തിൽ ഒരാൾ ശിർക്ക് ചെയ്തു പോകുമോ, അല്ലെങ്കിൽ ഒരാൾ വ്യഭിചരിക്കുമോ, അല്ലെങ്കിൽ ഒരാള് മറ്റുള്ളവരെ കൊന്നുകളയുമോ എന്നതൊന്നുമല്ല. എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത്, എന്റെ ഉമ്മത്തിലെ മെമ്പർമാരിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് അവര് കളവ് പറയുന്നവരായി പോകുമോ എന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചക്കളവ് പറയുകയാണ്. നാവ് തുറന്നാൽ കളവ്. ഈ കളവ് കണ്ടിട്ട് ചിരിക്കാൻ കുറെ ആളുകള്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ഒരുപാട് കാലം ഈ കാലഘട്ടത്തിനിടയിൽ ജീവിക്കുന്ന പെൺകുട്ടികള് അവർക്കിത് തന്നെയാണ് പരിപാടി. ഞാൻ മിനിഞ്ഞാന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഒരു SSLCയോ +1 പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുക്കലേക്ക് പോലീസുകാർ വരികയാണ്. ആ കുട്ടിയുടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. ആ കുട്ടിയോട് വന്ന് പറയാണ്, നീ ഇവരുടെ കൂടെ വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് പലതും ഒരു പക്ഷെ നിനക്കെതിരെ കേസെടുക്കേണ്ടി വരും, നിനക്ക് ബുദ്ധിയുള്ള സമയമായിട്ടില്ല, എനിക്കും മകളുണ്ട്. ആ പോലീസുകാരൻ പറയാൻ, ഈ സമയത്ത് എന്റെ മകള് എന്റെ വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ എത്രയാണ് വേദനിക്കുക, എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എത്ര വേദനിക്കും വീട്ടിൽ നിന്ന് പോയാൽ. ആ പെണ്ണ് പറയുന്നില്ല, ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ ഞാൻ പോകൂല, ഞാൻ ട്രെയിന് കയറി എവിടെയൊക്കെയോ പോവുകയാണ്. അവസാനം പോലീസ് പറഞ്ഞ് ഇന്ന് പോണ്ട നാളെ പോകാമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് സമാധാനിപ്പിച്ചപ്പോ ആ പെൺകുട്ടി മാതാപിതാക്കളുടെ കൂടെ പോയി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്.
ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന ഒരുപാട് നല്ല പെൺകുട്ടികൾ അവർ അള്ളാഹുവിന്റെ ദീന് പഠിക്കുകയാണ്, ദീനനുസരിച്ച് ജീവിക്കുകയാണ്, അവർ മുഖമക്കനകൾ ധരിക്കുകയാണ്, കയ്യുറകൾ ധരിക്കുകയാണ്, അവർ അള്ളാഹുവിന്റെ ദീനിനായി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ഹാദിയ കോഴ്സുകളും മറ്റ് അനുവദനീയമായ ഒരുപാട് കോഴ്സുകൾ, ആ കോഴ്സുകൾ പഠിക്കാൻ അവർ പുറപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. അതിനു വേണ്ടി ഇറങ്ങി തിരിച്ച മക്കൾ എത്ര നല്ല ഭാഗ്യവതികളാണ്, എത്ര നല്ല മക്കളാണ്. നല്ല പഠിച്ചുഷാറാകണം, നല്ല ഭാവിയുള്ള മക്കളാകണം, നല്ല പ്രതിഭകളാകണം. അതാ മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാകണം. ഏതോ ഒരുത്തന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കളാകരുത്, അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന മക്കളാകരുത്. നഊദു ബില്ലാഹ്. അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾക്കിടയിൽ ജീവിക്കുമ്പോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ള ഏറ്റവും നല്ല വഴി അതേ റീൽസുകളില്ല, ബ്ലോഗർമാരുടെ ബ്ലോഗുകൾ കാണാനില്ല. സമയമായ സമയം മുഴുവനും അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ഖുർആൻ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, അങ്ങനെ അങ്ങ് ജീവിക്കുന്നു. അള്ളാഹുവേ, അത് കാരണമായി നീ വലിയ ഭാവി നീ കൊടുക്കണേ റഹ്മാനെ. എല്ലാ ഇസ്സത്തും നീ നൽകണേ അല്ലാ, എല്ലാ അന്തസ്സും നീ നൽകണേ അല്ലാ, എല്ലാ അഭിമാനവും നീ നൽകണേ റഹ്മാനെ. അത് കാരണമായി അവർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, ദുനിയവിയും മുഖ്റവിയുമായ ഖൈറായ നല്ല മുറാദുകൾ, നല്ല ഖൈറായ ഇണകൾ, അല്ലാഹുവേ, നല്ല വീട്, നല്ല മാതാപിതാക്കൾക്ക് നല്ല ഇസ്സത്തുള്ള ജീവിതം, അങ്ങനെ തുടങ്ങി കുടുംബത്തിലും അവർ പഠിക്കുന്ന കാരണം അവരുടെ സർവത്തിലും വലിയ ഐശ്വര്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم إنا نسألك بحق الفاتحة المعلمة والسبيع المثاني